എനിക്കറിയാറുണ്ട് ഇവിടെ കാണുമെന്ന്. ലോകം മൊത്തം ആശംസയും കൊടുത്തിട്ട് ഇവിടെ വന്നിരിക്കുകയല്ലയോ? ആരാന്നോ? എന്നെ പരിചയം കാണത്തില്ല, കാരണം ഒരുപാട് പേരെ കാണുന്നതല്ലേ നിങ്ങള്. ഞാൻ കണ്ടില്ല, ചേച്ചിയെ കാണുമെന്നാ. കഴിഞ്ഞ വർഷം വിഷുവിന് എനിക്കൊരു ആശംസ അയച്ചായിരുന്നു, ഓർമ്മയുണ്ടോ? എന്റെ പേരെന്താ? എന്റെ പേര് ദാമോദരൻ. ദാമോദരൻ എവിടെയാണ്? ദാമോദർ തിഞ്ഞ് വിളിക്കും. ബോംബെയിൽ ഉണ്ടായിരുന്ന കാലത്ത് അയ്യപ്പ സേവാ സമാജത്തിന്റെ അവിടെ വെച്ചാണ് ബോംബെയിലല്ലേ? അപ്പൊ എനിക്കൊരു ആശംസ തന്നായിരുന്നു. ഐശ്വര്യത്തിന്റെ സമ്പൽ സമൃദ്ധിയുടെ ഒരു വിഷു ആശംസകൾ നേരുന്നു. ഐശ്വര്യവും തരട്ടെ എന്ന് പറഞ്ഞിട്ട്, അതുപോലെ തന്നെ ഒരുപാട് സമ്പത്തും നല്ല നിലയിലെത്തട്ടെ എന്ന് വളരെ ആത്മാർത്ഥമായി ഞാൻ പ്രാർത്ഥിക്കുന്നു. അതെ, അങ്ങനെ ഒരു ആശംസ എനിക്ക് അയച്ചായിരുന്നു. എന്റെ ഒരു വർഷം ഈ വിഷു ആയപ്പോഴത്തേക്ക് എന്റെ വീടും സ്ഥലം പോയായിരുന്നു, അറിഞ്ഞായിരുന്നു? ജപ്തി ചെയ്തോണ്ട് പോയി. അതൊരു നല്ല നല്ല ഉഗ്രൻ ആശംസയായിരുന്നു കേട്ടോ. നല്ല പ്രാർത്ഥനയും ഉണ്ടായിരുന്നു. ആശംസയും പ്രാർത്ഥനയും ഉണ്ടായിരുന്നു. പ്രാർത്ഥന എന്ന് പറയാം, നമ്മൾ അങ്ങനെയല്ലേ പറയുള്ളൂ. അത് വിശ്വസിച്ച് ഞാനെന്ത് നിങ്ങളല്ലേ ആശംസ ചോദിച്ചത്? ഞാൻ ചോദിച്ചു. നിങ്ങൾ ചോദിച്ചിട്ട് അപ്പൊ നിവൃത്തിയില്ലാണ്ട് ഇപ്പൊ ആരൊക്കെ വന്നിട്ട് ഒരു ആശംസ ചോദിക്കുമ്പോ ആശംസ എന്ന് പറഞ്ഞു കൊടുക്കണേ, ഇപ്പൊ എന്താ കുഴപ്പം? തന്നത് അത് ഞാൻ വിശ്വസിച്ചു പോയതാണ് എന്റെ തെറ്റ്. നിങ്ങൾ പ്രാർത്ഥന വിശ്വസിച്ച് ഞാൻ എന്റെ വീടും സ്ഥലവും വിറ്റിട്ട് ഇപ്പൊ സമ്പത്ത് കൂടുമല്ലോ, ഐശ്വര്യങ്ങൾ ഉണ്ടാകുമല്ലോ എന്ന് വിചാരിച്ച് ഞാൻ കാശ് വെച്ച് ചീട്ട് കളിച്ചു. എവിടെ എനിക്ക് സമ്പത്ത് കുഞ്ഞുകൂടി? ആ പ്രാർത്ഥന അപ്പം ആത്മാർത്ഥത വേണം. ആത്മാർത്ഥതയോടെ അല്ല ചെയ്തത്, അല്ലെങ്കിൽ അതങ്ങനെ സംഭവിക്കില്ല. എന്റെ കുറ്റമാണോ? അതെന്താ പ്രാർത്ഥനയ്ക്ക് ആത്മാർത്ഥത ഇല്ലാതെ ഈ ആശംസ ഇനി ആർക്കും അങ്ങനെ അയച്ചു കൊടുക്കരുത്. ഈ കൃത്യം അടുത്ത വിഷു ആകുന്നതിന് മുമ്പ് എന്റെ വീട് ജപ്തി ചെയ്തോണ്ട് പോയി. അതിന് സമാധാനം ഒരു 15 ലക്ഷം രൂപ എനിക്ക് നഷ്ടപരിഹാരം വേണം. അതിനാണ് ഞാൻ. നിങ്ങളുടെ കയ്യിലിരിപ്പിന്റെ അല്ലേ? അല്ല, ഞാൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, അപ്പൊ ഞാൻ അതിനെ വിശ്വസിച്ചു. അതെന്താ തെറ്റ്? ഇനി ആരും അങ്ങനെ ചെയ്യരുത്. ഒരു പ്രാർത്ഥനയും ആരും വിശ്വസിക്കരുത്. എന്നിട്ട് പോയി ചീട്ട് കളിച്ച്. അതെ, ചെയ്തില്ലായിരുന്നെങ്കിൽ വീടും സ്ഥലവും ഉണ്ടാവും. എന്താണ് അഭിപ്രായം? എന്താ പൈസ തരുന്നോ? എപ്പോ തരും? ഞാൻ തരേണ്ട ആവശ്യം? അയ്യോടാ, അതെന്താ അങ്ങനെ സംസാരിച്ചു പോയിട്ടുള്ള കാര്യം? നിങ്ങൾ ഭാര്യ? എനിക്കറിയില്ല, ഞാൻ വിവാഹിതനല്ലല്ലോ. ഞാൻ ധാരാളിത്തമായിട്ട് ഇങ്ങനെ നടക്കുന്ന ഒരാളാണ്. കിട്ടുന്ന കാശുകൾ മൊത്തം ധാരാളിത്തമാണ്. നമസ്കാരം, ഞാൻ പ്രൊഫസർ രംഗൂൺ വാലയുടെ അസിസ്റ്റന്റ് വിത്ത് വൈഫ്. മജീഷ്യൻ പ്രൊഫസർ അറിയുമല്ലേ? ഞാൻ കേട്ടിട്ടുണ്ട്. ഇവിടെ ഉണ്ട്. അതെ, കൊറോണ ആയതുകൊണ്ട് ഞങ്ങക്ക് അങ്ങനെ. കൊറോണയാണോ? താനാരാ തീയാരാ? അത് നിങ്ങളുടെ വിഷയമല്ലല്ലോ. ഞങ്ങളൊന്ന് സംസാരിച്ചോട്ടെ, താനോട് മിണ്ടാതിരിക്കും. അതെ, കൊറോണ ആയതുകൊണ്ട് ഞങ്ങൾക്ക് അങ്ങനെ പ്രോഗ്രാം ഒന്നും ഇല്ലായിരുന്നു. ഇപ്പം ഇങ്ങനെ പ്രോഗ്രാം ഒക്കെ തുടങ്ങി വരുവാണല്ലോ. നിങ്ങൾക്കും അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കുമല്ലോ. പിന്നെ അപ്പൊ നമുക്ക് നിങ്ങൾ ആശംസക്കാണേ വേണ്ട കേട്ടോ, ഞാൻ പണിയും മേടിച്ചിട്ടിരിക്കുക. എനിക്ക് ആശംസ വേണ്ട. അപ്പൊ പുറത്തൊക്കെ പ്രോഗ്രാം ഉണ്ടാവുമല്ലോ, ഇക്കൊക്കെ ചേച്ചിക്കൊക്കെ. അപ്പൊ പുറത്ത് പ്രോഗ്രാം ഒക്കെ ഗൾഫിലൊക്കെ പോകുമ്പോ ഞങ്ങളുടെ പ്രോഗ്രാം കൂടെ എങ്ങനെയെങ്കിലും ഒന്ന് അതിന്റെ ഇടയിൽ കുത്തിക്കേറ്റാൻ പറ്റുമോ? എന്തൊക്കെയാണ് ചെയ്യണത്? മാജിക്. അതെ, എന്ത് മാജിക് കാണിക്കും? ഞാനല്ല കാണിക്കുന്നത്, ചേട്ടനാ കാണിക്കുന്നത്. അല്ല, ചേട്ടൻ കാണിക്കുന്ന എന്തെങ്കിലും നോക്കട്ടെ. നമ്മളെ എന്താ വരും, ഇപ്പൊ നിങ്ങൾ ഇങ്ങനെ കാണിക്കും. നിങ്ങൾ മാജിക് ഒക്കെ അറിയാവുന്നൊക്കെ പറഞ്ഞാൽ അവർക്കത് കണ്ടാലല്ലേ നിങ്ങളെ പരിപാടി കാണിക്കും. നിങ്ങൾ വിളിച്ചോട്ട് പോ നിങ്ങളുടെ ചേട്ടനെ. ചേട്ടൻ എങ്ങനെ ഇതാണോ മാജിക്ക്? ഇനിയുമുണ്ട് വ്യത്യസ്തങ്ങളായ മാജിക്കുകൾ. ഇത് നിങ്ങൾ ഒരു അമേരിക്കയുടെ പരിപാടിക്ക് പോകണമെങ്കിൽ നമ്മൾ അവിടെ കൊണ്ട് അവതരിപ്പിക്കും. സായിപ്പന്മാരെല്ലാം ഞെട്ടിത്തരിക്കും. ഭീകരമായ മാജിക്കാണ്. ഇതുകൊണ്ടാണ് അവർ അമേരിക്കൻ നിന്നെ കൊണ്ടുപോകുന്നത്. ഇത് കളിപ്പീരാണ്. ഇത് 3ാം ക്ലാസ്സിലൊക്കെ പിള്ളേര് ചെയ്യും ഇതൊക്കെ. ഇതിന്റെ പരിപാടി എന്താണെന്നറിയാവോ? നമ്മളിങ്ങനെ കൈയിട്ടാ മതി. ഇതിന്റെ രഹസ്യം നമുക്ക് പിടികിട്ടുന്നുണ്ട്. ഈ മുമ്പേ ഇവൻ ആദ്യം കാണിച്ച കറുത്ത തുണിയില്ലേ, അതാണ് തന്നെ ഇതിനകത്തുള്ളത്. അതിങ്ങനെ നമ്മൾ ഈ പുലിയെ ഇങ്ങനെ അകമ്പുറം തിരിച്ച് ഇടുന്ന പണ്ട് പറയുന്നൊരു കഥയില്ലായിരുന്നു. അത് തന്നെ ഇവൻ കാണിച്ച കള്ളപ്പരിപാടി. ഈ പരിപാടി കൊണ്ട് നടന്നത് ഇതിനെ കൊണ്ടുപോകണം. എന്തിനാ ശല്യം ചെയ്യുന്നത്? എന്താ ശല്യം? ഞാൻ അമേരിക്ക പോകും, നിനക്കെന്താ? ഇതുകൊണ്ടാണ് അമേരിക്ക പോകുന്നത്. നല്ലതുപോലെ ഉണ്ടേ കാണീര്. മറ്റേ ആഴ്ച എടുക്കാം.
നല്ലൊരു ഫ്ലവർ താങ്ക് യു നോക്കട്ടെ ഇത് കൊള്ളായിരുന്നു കേട്ടോ. ഇതെങ്കിലും സമ്മതിച്ചു. നോക്കട്ടെ, പ്രോത്സാഹിപ്പിക്കണം, ഇത് നല്ല ഇത് ഞെട്ടിപ്പോയി കേട്ടോ. ഇതെങ്ങനെ ഈ പൂ വന്നത് നോക്കേ? അത് സത്യം പറഞ്ഞ ഞങ്ങളത് ഒരു 10 വർഷത്തോളമുള്ള പ്രാക്ടീസാണ്. ഇത് ഇതെങ്ങനെയാണെന്നറിയോ? ഇതിനകത്ത് വേറെ ഒന്നുമില്ല. കണ്ട ഇത്രയുള്ള പരിപാടി, നിന്റെ ഈ കള്ള പരിപാടി കൊണ്ട് നീ അമേരിക്ക പോകാനിരിക്കാം. നിങ്ങളത് പൊളിക്കരുത്. ഞാൻ ജീവിക്കാൻ വേണ്ടി കൊണ്ടിറങ്ങിയതാണ്. ജീവിക്കാൻ വേണ്ടിട്ടാ മിണ്ടാതിരിക്കും. അതിന് വല്ല പണിക്ക് പോയാൽ പോരെ? എന്റെ 3ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് ഞാനിത് കണ്ടു തുടങ്ങിയതാണ്. മറ്റേ ഐറ്റം എടുക്കടി, ആ നൈഫിന്റെ. അയ്യോ അത് വേണ്ട, അത് വേണം. എന്റെ മാജിക്കിനെ ഇയാൾ കളിയാക്കി ഞാൻ നൈഫിന്റെ ഐറ്റം ചെയ്യും. ഇല്ല, ഞാൻ സമ്മതിക്കത്തില്ല. ഇല്ല, ചെയ്യും. എന്റെ പിള്ളേർക്ക് അച്ഛൻ വേണം. ഞാൻ സമ്മതിക്കത്തില്ല. അയ്യോ, നീ എന്താ കാണിക്കാൻ പോകുന്നത്? ഈ കടാര ഞാൻ എന്റെ അന്നനാളങ്ങളിലേക്ക് ഇറക്കുകയാണ്. ജീവൻ നഷ്ടപ്പെട്ടാൽ എന്റെ ഭാര്യയ്ക്കും കുഞ്ഞുങ്ങളും അനാഥമാവരുത്. നീയാണ് കാരണം. നീ സാഹസമൊന്നും കാണിക്കണ്ട. ഇല്ല, കാണിക്കും. നീ എന്റെ മാജിക്കിനെ തള്ളി പറഞ്ഞു. ഇല്ല, ഞാൻ അങ്ങനെ പറഞ്ഞതല്ല. എടാ, അതൊക്കെ പഴയതാണ്. നല്ല പുതിയത് കാണിക്കാൻ. എന്റെ 10 വർഷത്തെ സബരിയാണ് നശിപ്പിച്ചത്. സബരിയോ? അതാണ്. വേണ്ട. അയ്യോ എനിക്ക് വയ്യ. അയ്യോ, പതുക്കെ. താങ്ക് യു. എന്റെ ഈ മാജിക്കിനെങ്കിലും നിങ്ങൾ സമ്മതിച്ചല്ലോ. 10 വർഷത്തെ എന്റെ സബരി. 10 വർഷത്തെ ഇടില്ല അഭിനയമാണോ നിന്റെ കേട്ടോ? കണ്ട ഇവന്റെ 10 വർഷത്തെ സബരി ഇപ്പൊ കണ്ടോണേ. ഇവന്റെ അടവ്, ഇവന്റെ അഭിനയത്തിന് എന്താ ഓസ്കാർ കൊടുക്കണ്ടത് ഇവിടെ വെച്ച്. കണ്ട, ഇതാണ് പരിപാടി. ഇത് നിനക്ക് നാണമില്ലോടോ ഇത് കൊണ്ട് നടക്കാൻ? ഇവിടെ നല്ല വെറൈറ്റി, നല്ല മാന്ത്രികന്മാരെ കൂടി പറയിപ്പിക്കാനായിട്ട് നടക്കണം നീ. നിനക്കെന്താണോ ഇവന്റെ ചേരാത്ത ഡ്രസ് ഇട്ടോണ്ട് വന്നിട്ട് കോപ്രായം കാണിക്കുന്നു. ഒരു കാര്യം ചെയ്യാം, ലേഡി എസ്കേപ്പ് എടുക്കാം. ലേഡി എസ്കേപ്പ്. ഇതാ ഇതിനുള്ളിലേക്ക് എന്റെ ഇവിടുത്തെ സഹപ്രവർത്തകയെ കയറ്റുകയാണ്. അങ്ങോട്ട് കാല് മുറിയാതിരിക്കാൻ വേണ്ടി ഞാൻ കേറണോ? അയ്യോ, സംഭവം എന്താന്ന് പറ. സംഭവം എന്ന് പറഞ്ഞാൽ ഇവിടെ ഇതിനകത്ത് കയറ്റുന്നു. മൂർച്ചയേറിയ ഈ കടാരകൾ കുത്തിയിറക്കി ഞാൻ പിന്നെ 10 മിനിറ്റ് ശേഷം വലിച്ചു വരുമ്പോൾ ഇവള് ജീവനോടെ തിരിച്ചു വരും. അതാണ് എന്റെ മാജിക്. ഒരു വാളുള്ളോ? ഇല്ല, 6 മാജിക് ഉണ്ട്. ഈ വാള് ഇതിനകത്ത് അറഞ്ഞം പുറഞ്ഞം കുത്തിക്കയറ്റും. അതെ. അപ്പൊ ഈ ദേഹത്തൊന്നും പറ്റാതെ തിരിച്ചു വരും. എന്തിനാ ആ കൊച്ചിനെ കയറ്റുന്നത്? എന്തിന് ഈ കൊച്ചിനെ എന്തിനാണ് നീ കയറ്റുന്നത്? ഞാനല്ലേ മജിഷ്യൻ. വേണ്ട, നീ കയറിയാ മതി. എന്റെ സുഹൃത്തെ, നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. എടാ, നീ കയറതിനകത്ത്. എന്നിട്ട് ഞാൻ കുത്തി ഇറക്കാം. അതെ, നിങ്ങൾ എന്റെ മാജിക്കിനെ കളിയാക്കരുത്. അതായത് ഞാൻ ഒന്ന് പറയുന്നത്, അറിയാന്നുള്ളവർക്ക് ഈസി, അറിയാൻ പാടില്ലാത്തവർക്ക് ഇത് ഭയങ്കര പാടാണ്. അതെങ്ങനെയാണ്? ശരി തന്നെയാണ്. ഇത് നിങ്ങൾ അറിയാൻ മതി. പോയി കണ്ണുമ്പോൾ നമ്മളെ കളിയാക്കരുത്. സാർശ്രമിക്കും. നമുക്ക് അമേരിക്കയിൽ പോകുമ്പോൾ ഈ ഐറ്റം നമുക്ക് അവതരിപ്പിക്കാം. മാറേ അങ്ങോട്ട്. നീ ചെയ്യേണ്ട ഈ കൊച്ചിനെ കയറ്റണ്ട, അത് പാവമാണ്. ഞാൻ കയറിയാ മതിയോ? നീ കയറ്. ഞാൻ 5ാം ക്ലാസ് ഇത് ചെയ്തിട്ടുള്ളതാണ്. ഇത് നശിപ്പിക്കും. ഇല്ല, നശിപ്പിക്കും. ഈ മാജിക് നശിപ്പിക്കും. നോക്കിയോ? ഇതൊക്കെ ട്രിക്കാണ്. നമുക്ക് നമ്മുടെ സ്റ്റെപ്പ് കോപ്പി അടിക്കരുത്. ഞാനിവിടെ കയറുകയാണ്. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. അറിയാവുന്നവർക്ക് ഈസി, അറിയാൻ പാടില്ലാത്തവർക്ക് ഭയങ്കര പാടാണ്. അതൊന്നും പ്രശ്നമില്ല, നമുക്ക് ഇതൊക്കെ അറിയാവുന്നല്ലേ. ഓക്കെ. കണ്ടോ, ഇതാണ് വലിയ സംഭവമായിട്ട് വേണ്ടിട്ട് അവതരിപ്പിച്ചത്. അവൻ പറഞ്ഞത് ശരിയാണ്. അറിയാവുന്നവർക്ക് ഈസിയാണ്, അറിയാൻ വയ്യാത്തവർക്ക് കുറച്ച് പാടായിരിക്കും. നമുക്കിതറിയാമല്ലോ, ചെറുതിലെ നമുക്ക് അറിയാവുന്ന കേസാണ്. ഇത് ചെറിയ ട്രിക്കുകളാണ്. ഇതിനകത്ത് വേറെ കാര്യങ്ങളൊന്നുമില്ല. കഴിഞ്ഞു.
അന്നെങ്കിൽ ഭർത്താവിനെ റിലീസ് ചെയ്. റങ്കുൺ ചേട്ടാ തീ തീറ്റിക്കാൻ നീ ഇറങ്ങി വേടാ. റങ്കുൺ ചേട്ടാ ഇവിടെ മര്യാദക്ക് എങ്ങനെയെങ്കിലും ഇറക്കി വിടണോ? റങ്കുൺ ചേട്ടാ. മനുഷ്യനെ ഇങ്ങനെ പ്രാവത്താതെ ഇറങ്ങി വേടാ നീ ഒന്ന്. തീ തീറ്റിക്കാതെ ഇറങ്ങ് റങ്കുൺ. ഇതിനടിയിൽ ചോര വരുന്നുണ്ടെന്ന് തോന്നുന്നു. ചോര വരുന്നുണ്ടാ? എവിടെ മര്യാദക്ക് എന്റെ ഭർത്താവിനെ റിലീസ് ചെയ്. മര്യാദക്ക് എന്റെ ഭർത്താവിനെ റിലീസ് ചെയ്താ വായിട്ട് നോക്കി നിൽക്കുന്നത്. അപ്പൊ നിന്റെ ഭർത്താവിനെ റിലീസ് ചെയ്യാൻ ആ റിലീസ് ചെയ്യണം. അതിനുമുമ്പ് ഞാൻ 2 ജാമ്യക്കാരെയും ഒരു നല്ല വക്കീലിനെ ഒന്ന് കാണട്ടെ. എന്തിന്? നിന്റെ ഭർത്താവ് പറഞ്ഞ് ശരിയാണ്. ആ അറിയാവുന്നവർക്ക് ഇത് ഈസി ആയിരിക്കും, അറിയാൻ വയ്യാത്തവർക്ക് കുറച്ച് പാടായിരിക്കും. എന്താ? അവൻ അനങ്ങുന്നില്ല, അവൻ ചത്തു. അയ്യോ പോവല്ലേ? എവിടെ എങ്ങനെയെങ്കിലും ഒന്ന് റിലീസ് ചെയ്തിട്ട് പോ.